നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബിനീഷ് കോടിയേരിയുടെ അംഗത്വം പുതുക്കാൻ തയ്യാറാകാതെ പടിക്ക് പുറത്ത് തന്നെ നിർത്തി CPM എന്ന ആക്ഷേപം ഇപ്പോൾ ശക്തമാവുകയാണ്. എന്തുകൊണ്ട് ബിനീഷിന്റെ അംഗത്വം പുതുക്കുന്നില്ല? ഈ ചോദ്യത്തിന് അത് അവിടെയുള്ള പ്രാദേശിക കാര്യമാണെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് മുമ്പായി ഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തുകൊണ്ടാണ് ബിനീഷ് കോടിയേരിക്ക് അർഹിക്കുന്ന ഒരു സ്ഥാനം നൽകാത്തത്? പ്രത്യേകിച്ച് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകനാണ് ബിനീഷ് കോടിയേരി. അത്തരത്തിൽ ഒരു സഖാവിന്റെ മകനെ എന്തിന് പാർട്ടി ഇത്രയധികം അകറ്റി നിർത്തുന്നു എന്ന ചോദ്യം ശക്തമാവുകയാണ്. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പാലക്കാട് മുൻ MLA രാഹുൽ മാങ്കൂട്ടത്തിലെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മകനും മുൻ SFI നേതാവുമായ ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം പുതുക്കി നൽകേണ്ടതില്ല എന്ന ശ്രീ MV ഗോവിന്ദന്റെ തീരുമാനം ഏറെ കൗതുകത്തോടെയാണ് വായിച്ചത്. പിണറായി വിജയൻ ലക്ഷണമൊത്ത ഒരു ഏകഛത്രാധിപതിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അയാൾ രാഷ്ട്രീയ ഫാഷിസം ആദ്യം പരീക്ഷിച്ചത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലല്ല, അതിനു മുൻപ് സ്വന്തം പാർട്ടിയിലാണ്. വിജയനോളം വരുന്ന നാളെ ഒരു വെല്ലുവിളിയാകാവുന്ന മുഴുവൻ നേതാക്കളുടെയും തലകൾ കൊയ്തിട്ടാണ് അദ്ദേഹം ഈ പദവിയിൽ ഇപ്പോഴും ഇരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ തോറ്റു തുന്നം പാടിയിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനെ കുറിച്ചൊരു ചോദ്യം പോലും ചോദിക്കാൻ ഒരാൾക്കും ആ പാർട്ടിയിൽ ധൈര്യമില്ലാതെ പോകുന്നത്. പിണറായി വിജയന്റെ ഈ ഫാസിസ്റ്റ് കത്തിക്കിരയായ നിരവധി നേതാക്കന്മാർ കണ്ണൂർ ജില്ലയിലും പുറത്തുമായി CPM-ലുണ്ട്. അതിൽ ആരോടെങ്കിലും പ്രത്യേകിച്ച് രാഷ്ട്രീയ മാമുദിയോ താല്പര്യമോ ഇല്ലാത്തത് കൊണ്ട് ആരുടെയും പേരിലേക്ക് കടക്കുന്നില്ല. ആ പേരുകളിൽ ഏറ്റവും പ്രമുഖനാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. CPM-ന്റെ അണികൾക്ക് ഏറെ ആവേശം നൽകിയ നേതാവിന്റെ അപ്രതീക്ഷിതവും അകാലത്തിലുള്ളതുമായ മരണം വളരെ ഞെട്ടലോടെയാണ് ആ പാർട്ടിയും പൊതുസമൂഹവും നോക്കിക്കണ്ടത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഇല്ല മരിച്ചിട്ടില്ല, കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചിട്ടില്ല എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള ഒരു വിലാപയാത്ര CPM-ന്റെ അണികൾ ഏറെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അങ്ങനെ ഒരു വിലാപയാത്ര കോടിയേരി ബാലകൃഷ്ണന് കൊടുക്കേണ്ടതില്ല, മരിച്ചിട്ട് പോലും ആ ഖ്യാതി കൊടുക്കേണ്ട എന്ന രാഷ്ട്രീയ തീരുമാനം വന്നത് എവിടെ നിന്നാണെന്ന് അറിയില്ല. വളരെ തിടുക്കത്തിൽ അപകടമരണം സംഭവിക്കുന്ന ആളുകളെ പെട്ടെന്ന് അടക്കം ചെയ്യുന്നത് പോലെ ശ്രീ കോടിയേരി ബാലകൃഷ്ണന് വിലാപയാത്ര പോലും ഇല്ലാതെ അവസാന യാത്ര അവസാനിപ്പിച്ചു. അതിനുശേഷം നമ്മൾ കാണുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ ഉറ്റ സുഹൃത്തെന്ന് നമ്മൾ കരുതിയിരുന്ന പിണറായി വിജയൻ കുടുംബത്തോടൊപ്പം വിദേശത്തേക്ക് ടൂർ പോകുന്നതാണ്. ചിതയിൽ നിന്നുള്ള തീ കെടുന്നതിന് മുൻപ് കണ്ട കാഴ്ച ഒരു കനലായി പല CPM അണികളുടെ മനസ്സിൽ കെടുക്കുന്നത് കൊണ്ടാണ് തളിപ്പറമ്പും പയ്യന്നൂരും പോലുള്ള പാർട്ടി കോട്ടകളിൽ ഇത്തവണ വിള്ളൽ വീണതെന്ന് ഉറപ്പാണ്. ഇപ്പോഴിതാ കോടിയേരി ബാലകൃഷ്ണന്റെ മകന് പാർട്ടി അംഗത്വം പുതുക്കി നൽകേണ്ടതില്ല എന്ന് പറയുന്നു. കേസുള്ളതിന്റെ പേരിലാണ് അങ്ങനെ ചെയ്തതെന്ന് CPM പോലൊരു പാർട്ടിയെ പറ്റി നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഒരാളെ കൊന്നതിന് ശേഷം കലാപത്തിന് തിരികൊളുത്തിയ കാരായി രാജനെ ഈ നിയമസഭയിലേക്ക് പറഞ്ഞയച്ച പാർട്ടിക്ക് കേസൊന്നും ഒരു വിഷയമാണെന്ന് വിചാരിക്കുന്നില്ല. ബിനീഷ് കോടിയേരി നടത്തുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളോട് ഒരു തരത്തിലും യോജിപ്പില്ല. പക്ഷേ ബിനീഷ് കോടിയേരിക്ക് അംഗത്വം പുതുക്കി നൽകാത്തത് കേസ് കൊണ്ടല്ല, പേരിന് പിന്നിലെ കോടിയേരി കൊണ്ടാണ്. ഇതേ കൊള്ളരുതായ്മകൾ വിജയന്റെ മകൻ കാണിച്ചാൽ മാസപ്പടി ഉറപ്പ്. ബിനീഷ് കോടിയേരിയുടെ അംഗത്വം പുതുക്കി നൽകേണ്ടതില്ല എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന് ഭാര്യയെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാം. ജനവും പാർട്ടിക്കാരും തോൽപ്പിച്ചിട്ടും തിരുത്തൽ വരുത്താൻ തയ്യാറാകാതിരിക്കാം. വിജയന്റെയും വിജയൻ സേനയുടെയും കുടുംബാധിപത്യം തുടരട്ടെ, ബിനീഷ് കോടിയേരി പുറത്തു നിൽക്കട്ടെ എന്ന് പറഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് അത് അവിടെയുള്ള പ്രാദേശിക കാര്യമാണ് എന്ന ഒരു പ്രതികരണം നടത്തിയത്. ബിനീഷിന്റെ അപേക്ഷ പരിഗണിക്കണമെന്ന് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി 4 തവണ കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ അത് മുഖവിലേക്ക് എടുക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ദിവസം ചേർന്ന തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലും ഈ വിഷയത്തിൽ വിമർശനമുയർന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ പാർട്ടിയെ പ്രതിരോധിച്ചും സംരക്ഷിച്ചു നിൽക്കുന്ന വ്യക്തിയാണ് ബിനീഷ് കോടിയേരി. അത്തരത്തിലൊരു വ്യക്തിയെ എന്തുകൊണ്ട് പാർട്ടി മാറ്റി നിർത്തുന്നു എന്നാണ് യോഗത്തിൽ ഉയർന്ന ചോദ്യം. 2020 ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ അറസ്റ്റിലായതോടെയാണ് ബിനീഷിന് അംഗത്വം നഷ്ടപ്പെട്ടത്. 2023 കർണാടക ഹൈക്കോടതി കേസിന്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തത് മുതൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമം ബിനീഷ് നടത്തി. ഇതിനായി ബിനീഷ് നൽകിയ അപേക്ഷകൾ പരിഗണിച്ച CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗത്വം നൽകുന്നത് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തിന് ശുപാർശകൾ നൽകി. എന്നാൽ ആലോചിച്ച് തീരുമാനമെടുക്കാമെന്ന മറുപടിയാണ് കിട്ടിയത്. ബിനീഷ് കേസിൽപ്പെട്ട സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിന്നിരുന്നു. കേസ് നടത്തിയതും കുടുംബം തന്നെയാണ്.
അതിനിടയിലാണ് വീണ്ടും ആ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ ബിനീഷ് കോടിയേരിക്ക് അംഗത്വം നൽകുന്നത് സംസ്ഥാന നേതൃത്വം പരിശോധിച്ചിട്ട് മതിയെന്ന് MP ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരിക്കുന്നത്. ബിനീഷ് കോടിയേരിക്ക് അംഗത്വം നൽകാത്തത് സംബന്ധിച്ചുള്ള വിമർശനങ്ങൾക്ക് മറുപടിയായിട്ടാണ് MP ഗോവിന്ദൻ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. ബിനീഷിന് അംഗത്വം നൽകണമെന്ന് പറയുന്നവർ ഫലം വന്ന ശേഷം അദ്ദേഹം ഇട്ട കുറിപ്പ് ശ്രദ്ധിച്ചിരുന്നു എന്നും അത് നോക്കി വേണം അംഗത്വം നൽകണമെന്ന് ആവശ്യപ്പെടാനെന്നും MP ഗോവിന്ദൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശിച്ചു. തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ബിനീഷ് കോടിയേരി ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രം കോടിയേരി ബാലകൃഷ്ണൻ, അതായത് തൻ്റെ പിതാവ് പുഷ്പനെ സന്ദർശിക്കുന്ന ആ ഒരു ചിത്രം പങ്കുവച്ച് ഒരേ ഒരു കോടിയേരി എന്ന് പറഞ്ഞാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത്. ഈ തിരഞ്ഞെടുപ്പിൽ LDF പരാജയപ്പെട്ടതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം ബിനീഷ് കോടിയേരിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDF നേരിട്ട കനത്ത പരാജയത്തിന് പിന്നാലെ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഒരു മറുപടി എന്നോണം ബിനീഷ് കോടിയേരി പങ്കുവച്ചത്. പുഷ്പനെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ കോടിയേരി എത്തിയ ചിത്രത്തിനൊപ്പം ഒരേ ഒരു കോടിയേരി എന്ന് എഴുതിയായിരുന്നു ബിനീഷിന്റെ പോസ്റ്റ്. കോടിയേരിയെ പോലെ ഗോവിന്ദൻ മാഷിന് ആവില്ല എന്നാണ് ചിത്രത്തിന് താഴെ വന്ന ഒരു കമന്റ്. പിണറായി കൊള്ളില്ല എന്നല്ലേ ഉദ്ദേശിച്ചതെന്നാണ് മറ്റൊരാൾ ബിനീഷിനോട് ചോദിച്ചത്. ഇപ്പോൾ പാർട്ടിയെ നയിക്കുന്നത് വെള്ളാപ്പള്ളിയാണ് എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തത്. ഗോവിന്ദനെ കൊണ്ട് പാർട്ടിയെ നയിക്കാൻ പറ്റില്ലെന്ന് പറയാതെ പറഞ്ഞു എന്നാണ് കൂടുതൽ കമന്റ് വന്നത്. അതുകൊണ്ടാണ് MP ഗോവിന്ദൻ പറയുന്നത് ബിനീഷ് കോടിയേരിക്ക് അംഗത്വം നൽകുന്നത് സംസ്ഥാന നേതൃത്വം പരിശോധിച്ചിട്ട് മതിയെന്നും തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ബിനീഷ് കോടിയേരി പങ്കുവച്ച ആ മറുപടി പോസ്റ്റ് അത് ഫലം വന്നതിന് ശേഷം അദ്ദേഹം ഇട്ട കുറിപ്പ് ശ്രദ്ധിച്ചിരുന്നോ എന്നും അത് നോക്കി വേണം അംഗത്വം നൽകണമെന്ന് ആവശ്യപ്പെടാനെന്നും MP ഗോവിന്ദൻ പറയുന്നത്. പ്രത്യേകിച്ച് പാർട്ടി സെക്രട്ടറി ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹം നയിച്ചിരുന്ന സമയത്ത് വലിയ വിജയം പാർട്ടിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെയാകില്ല MP ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി എന്ന് പറയാതെ പറയുകയായിരുന്നു ബിനീഷ് കോടിയേരി എന്ന ചോദ്യം കൂടി ചിത്രത്തിന് പിന്നാലെ ഉയർന്നതാണ്. എന്തായാലും ബിനീഷ് കോടിയേരിക്ക് അംഗത്വം നൽകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരുടെ പ്രതികരണം ഇത്തരത്തിലാണ്. നമുക്കറിയാവുന്നതുപോലെ വലിയൊരു പരാജയം തന്നെയാണ് ഇപ്പോൾ LDF ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നേരിട്ടത്. തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ 99 സീറ്റ് കിട്ടിയ LDF ഇത്തവണ 35 സീറ്റാണ് കിട്ടിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് നേരിട്ട ദയനീയ പരാജയത്തിന് പിന്നാലെ പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനും രംഗത്ത് വന്നിരുന്നു. സംസ്ഥാനത്തുണ്ടായത് പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ്. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ടുകൾ ചോർന്നത് ഗൗരവത്തോടെ കാണുന്നുവെന്നും കാരണങ്ങൾ പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മുൻ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ തിരുത്തൽ പ്രക്രിയകൾ നടന്നെങ്കിലും അവ ഫലപ്രദമായില്ലെന്നതിൽ പാർട്ടിക്കുള്ളിൽ വിമർശനം ഉയർന്നിട്ടുണ്ടായിരുന്നു MP ഗോവിന്ദൻ പ്രതികരണം നടത്തിയത്. മാത്രമല്ല തൻ്റെ ശരീരഭാഷ ശരിയല്ല, താൻ അത് നേരെയാക്കാൻ ശ്രമിക്കുമെന്നതടക്കമുള്ള ഒരു പ്രതികരണം MP ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ബിനീഷിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ അവരുടെ പ്രതികരണങ്ങൾ ഇത്തരത്തിലാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.